Hi guys, welcome to Amos. So നമ്മുടെ ക്ലാസ് 6 ചാപ്റ്റർ നമ്പർ 1 നോയിങ് അവർ നമ്പേഴ്സിന്റെ ലെക്ചർ നമ്പർ 3 ആണ് ഇന്നത്തെ വീഡിയോ. സോ ഇന്നത്തെ ഗോള് നമ്മള് ആദ്യം കഴിഞ്ഞ ക്ലാസ്സിന് ഇട്ട ലെക്ചർ നമ്പർ 2 ഇട്ട ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ആദ്യം ടുഡേസ് ഗോൾ എന്ന് എഴുതിക്കോ. ടുഡേസ് ഗോൾ അതിൽ ഫസ്റ്റ് ഹോംവർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഹോംവർക്ക്. രണ്ടാമത് അടുത്ത ടോപ്പിക്കിലോട്ട് വരും. ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ വി മേക്ക്. അടുത്ത ടോപ്പിക്കാണ് ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ വി മേക്ക്. സോ ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഹോംവർക്ക് ചെയ്യുന്നതിന് തുടങ്ങാം. ഓക്കെ. സോ ഓക്കെ, അപ്പോ ഇത് ഈ 5 ഹോംവർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ ലെക്ചർ നമ്പർ 2 പഠിച്ച ചെയ്തിട്ട് വരാൻ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. നിങ്ങൾ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോ ചെയ്തവര് ഇത് നോക്കിയിട്ട് കറക്റ്റ് ആണോ നോക്കുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴേ ഈ ചെയ്യുന്നത് നോക്കി എഴുതിയെടുക്കുക. ലെക്ചർ നമ്പർ 2 ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ലെക്ചർ നമ്പർ 2 കാണുക, നമ്മുടെ വീഡിയോസ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യിക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമ്പയറിംഗ് നമ്പേഴ്സിൽ ഈ ഹോംവർക്കിൽ എന്താണ് നമ്മൾ പഠിച്ചത്? നമ്മള് നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാനാണ് പഠിച്ചത്. ഏതാണ് ഗ്രേറ്റർ, ഏതാണ് സ്മോളർ എന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതാണ് ഗ്രേറ്റർ, ഏതാണ് സ്മോളർ എന്ന് കണ്ടുപിടിക്കണം. അതിൽ കമ്പയറിംഗ് നമ്പേഴ്സിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച റൂളാണ്. റൂൾ നമ്പർ 1 എന്താണ്? ഏത് നമ്പറിനാണോ കൂടുതൽ ഡിജിറ്റ്സ് ഉള്ളത് അതായിരിക്കും ഗ്രേറ്റർ. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇവിടെ നമുക്കത് നോക്കാം. ഇവിടെ 4 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 4 ഡിജിറ്റ് ഉണ്ട്, 4 ഡിജിറ്റ്. ഇവിടെ ഫസ്റ്റിലുള്ള സെറ്റില് എല്ലാത്തിലും 4 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ എല്ലാം ഈക്വൽ ഡിജിറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഈക്വൽ ഡിജിറ്റ്സ് ആണെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് ഈക്വൽ ഡിജിറ്റ്സ് ആകുമ്പോൾ റൂൾ നമ്പർ 2 വരും. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിൽ വരും. ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് എല്ലാത്തിലും 4 ആണ്, ഇല്ലേ? എല്ലാത്തിലും 4 ആണ്. അപ്പൊ അങ്ങനെയും കമ്പയർ ചെയ്യാൻ പറ്റൂല. ഈക്വൽ ആണ്, എല്ലാത്തിനും 4 ആണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? റൂൾ നമ്പർ 3, ഇങ്ങനെ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് എല്ലാം സെയിം ആണെങ്കിൽ നമ്മള് കുറഞ്ഞ പ്ലേസ് വാല്യൂസിലോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അതായത് ഇവിടെ ഇപ്പൊ 4 അല്ലേ, നമ്മള് ഇതിലും 4, ഇവിടെയും 4 കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് റൈറ്റിലോട്ട് അല്ലെങ്കിൽ കുറഞ്ഞ പ്ലേസ് വാല്യൂസിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ 5, ഇവിടെ ഒരു സ്റ്റെപ്പ് റൈറ്റിലോട്ട് മൂവ് ചെയ്തപ്പോ 8, ഇവിടെ റൈറ്റിലോട്ട് മൂവ് ചെയ്തപ്പോ 3, ഇവിടെ റൈറ്റിലോട്ട് മൂവ് ചെയ്തപ്പോ 4. അപ്പോ നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്യും. ഇതിലെല്ലാം ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇതെല്ലാത്തിലും ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തപ്പോ ഡിഫറെന്റ് നമ്പേഴ്സ് ആണ് റൈറ്റിലോട്ട് മൂവ് ചെയ്തപ്പോ. അപ്പൊ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കും 5 ആണോ 8 ആണോ 3 ആണോ 4 ആണോ, ഏതാണ് ഗ്രേറ്റർ? 5 ആണോ 8 ആണോ 5 ആണോ 3 ആണോ 4 ആണോ? ഇതിൽ ഏതാണ് ഗ്രേറ്റർ? 8 അല്ലെ? 8 ആണ് ഗ്രേറ്റസ്റ്റ്. അപ്പൊ നമ്മള് എഴുതും ഇതാണ് ഗ്രേറ്റസ്റ്റ്. ബാക്കി നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഏതെങ്കിലും ഇതില് നമ്മൾ എല്ലാത്തിലും 2 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട്, ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വന്നു, ഇല്ലേ? ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതില് ഗ്രേറ്റസ്റ്റ് ഏതാണോ അതായിരിക്കും ഗ്രേറ്റസ്റ്റ് നമ്പർ. കാരണം ഡിജിറ്റ്സ് എല്ലാം സെയിം ആണ്, ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതില് ഏറ്റവും ഗ്രേറ്റസ്റ്റ് എടുത്താൽ മതി. മേളത്തെ 2 റൂൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, എങ്കിലേ ഇത് സാറ്റിസ്ഫൈ ആവുള്ളൂ. ഇത് നമ്മൾക്ക് കിട്ടുന്ന ആൻസർ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ തെറ്റും. അതായത് എന്തൊക്കെ 4 ഡിജിറ്റ്സ് ആയിരിക്കണം, ഡിജിറ്റ്സ് എല്ലാത്തിലും സെയിം ആയിരിക്കണം. 4 ഡിജിറ്റ്സ് എന്നല്ല, എത്ര ഡിജിറ്റ് എന്നാലും ഡിജിറ്റ്സ് സെയിം ആയിരിക്കണം, ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ സെയിം ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ റൂൾ നമ്പർ 3 ഒരു സ്റ്റെപ്പ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ 8 ആണ് ഗ്രേറ്റസ്റ്റ്. അപ്പോ നമ്മൾ എഴുതും ഇത് ഗ്രേറ്റസ്റ്റ്, അല്ലെങ്കിൽ 4892 ആണ് ഗ്രേറ്റസ്റ്റ്. ഇനി ഇതിലെല്ലാം ഡിഫറെന്റ് നമ്പേഴ്സ് അല്ലേ? നമ്മൾ ഒരു സ്റ്റെപ്പ് റൈറ്റിലോട്ട് മൂവ് ചെയ്തപ്പോ, കുറഞ്ഞ പ്ലേസ് വാല്യൂസിലോട്ട് വന്നപ്പോ. അപ്പൊ ഇതിൽ ഏതാണ് സ്മോളസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതില് നമ്മൾ 8 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇതിൽ ഏതാണ് സ്മോളർ എന്ന് പറഞ്ഞാൽ മതി. 5 ഉണ്ട്, 8 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇതിൽ ഏതാണ് സ്മോളർ? 3 ഇല്ലേ? 3 ആണ് സ്മോളർ. അപ്പോ നമ്മൾ എഴുതും ഇതാണ് 4370 ആണ് സ്മോളസ്റ്റ്.
ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. 4892 ആണ് ഗ്രേറ്റസ്റ്റ്, 4370 ആണ് സ്മോളസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹോംവർക്കില് ഇതില് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് ആദ്യം റൂൾ നമ്പർ 1 തന്നെ യൂസ് ചെയ്യും. നോക്കും, റൂൾ നമ്പർ 1 യൂസ് ചെയ്ത് നോക്കും ഡിജിറ്റ്സ് ഡിഫറെന്റ് ഉണ്ടോ എന്ന്. ഇവിടെ 3 2 5, ഇവിടെ 3 2 5, ഇവിടെയും 3 2 5, ഇവിടെയും 3 2 5. അപ്പൊ റൂൾ നമ്പർ 1 കോംപ്രമൈസ് ചെയ്ത് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം അത് എല്ലായിടത്തും സെയിം ഡിജിറ്റ്സ് ആണ്, അല്ല സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ് എല്ലായിടത്തും ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ റൂൾ നമ്പർ 2 വരും. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ്. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് നോക്കുമ്പോഴോ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. എല്ലായിടത്തും സെയിം ആണ്, മേളിലത്തെ അതേ അവസ്ഥ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മേളിൽ ചെയ്ത പോലെ ഒരു സ്റ്റെപ്പ് റൈറ്റിലോട്ട് മൂവ് ചെയ്യും, അല്ലെങ്കിൽ കുറഞ്ഞ പ്ലേസ് വാല്യൂസിലോട്ട് മൂവ് ചെയ്യും. അപ്പോ ഇവിടെ 5, ഇവിടെ 5, ഇവിടെയും 5, ഇവിടെയും 5, എല്ലായിടത്തും 5, ഇവിടെയും 5, ഇവിടെയും 5, ഇവിടെയും 5, ഇവിടെയും 5. അപ്പൊ എന്ത് ചെയ്യും? അപ്പോ നമ്മൾ വീണ്ടും ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും, വീണ്ടും ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇവിടെ 6, ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 8. 6 0 1 8. ഇതില് അപ്പൊ നമ്മൾ എടുത്തെഴുതണം 6 0 1 8. ഇതില് ഗ്രേറ്റസ്റ്റ് സ്മോളസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് കമ്പയർ ചെയ്താൽ മതി. ഇവിടെ 6 ആണോ 0 ആണോ 1 ആണോ 8 ആണോ, ഏതാണ് ഗ്രേറ്റസ്റ്റ്? 8 ആണ് ഗ്രേറ്റസ്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ എഴുതും എവിടെ, ഇതാണ് ഗ്രേറ്റസ്റ്റ്. 15,800 ആണ് ഗ്രേറ്റസ്റ്റ്. ഇനി ഇവിടെ 6 ആണോ 0 ആണോ 1 ആണോ 8 ആണോ, ഏതാണ് സ്മോളർ? 0. 0 ആണ് ചെറുത്. അപ്പോ നമ്മൾ എഴുതും ഇതാണ് സ്മോളസ്റ്റ്. 15,073 ആണ് സ്മോളസ്റ്റ്. ഈ നമ്പേഴ്സിനെ വേർഡിൽ പറയാനും വേർഡിൽ എഴുതാനും ഒക്കെ നമ്മൾ പഠിക്കും കേട്ടോ, ഫ്രണ്ടിലോട്ടുള്ള ടോപ്പിക്സിൽ അതൊക്കെ ഉണ്ട്. മാത്രമല്ല ഞാന് ലെക്ചർ നമ്പർ 2 ഇതിനെ പറ്റിയിട്ട് പറഞ്ഞില്ല. ഏത് പ്ലേസ് വാല്യൂ, ഇതിനെ പറ്റി ഞാൻ ഉദ്ദേശിച്ചത് പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂസ് എന്ന് പറയുന്ന വാക്കിനെ പറ്റി ഞാൻ മിണ്ടിയില്ല. ഞാൻ റൈറ്റിലോട്ട് എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞു തന്നെ. അത് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം നമുക്ക് പ്ലേസ് വാല്യൂസിനെ പറ്റിയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഒരു ടോപ്പിക് ഉണ്ട് ഫ്രണ്ടിൽ. ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ വി മേക്ക്, സോർട്ടിങ്, അത് കഴിഞ്ഞ് ഇൻട്രൊഡ്യൂസിങ് 10,000 പ്ലേസ് വാല്യൂ, റീവിസിറ്റിംഗ് പ്ലേസ് വാല്യൂ. അങ്ങനെയാണ് പോയത്. അപ്പൊ അതിന് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പ്ലേസ് വാല്യൂസിനെ പറ്റി പഠിക്കണോണ്ടാണ് ഞാൻ ഇതിൽ അതിനെ പറ്റിയിട്ട് ഓവറായിട്ട് പറയാത്തത്. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മള് തേർഡ് ക്വസ്റ്റ്യനിൽ ഏതാണ് ഗ്രേറ്റർ ഏതാണ് സ്മോളർ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ മേളത്തെ പോലെ ഡിജിറ്റ്സ് നോക്കുക ആദ്യം. ഇവിടെയും 3 2 5 ഡിജിറ്റ്, ഇവിടെ 3 2 5 ഡിജിറ്റ്, ഇവിടെയും 3 2 5 ഡിജിറ്റ്, 3 2 5 ഡിജിറ്റ്, ഇങ്ങനവും എല്ലാത്തിലും ഡിജിറ്റ്സ് സെയിം ആണ്. അപ്പൊ റൂൾ നമ്പർ 1 പറ്റൂല. അടുത്ത റൂൾ നമ്പർ 2 വരും. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ്, ഇവിടെ 2, ഇവിടെയും 2, ഇവിടെയും 2, ഇവിടെയും 2, ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് സെയിം ആണ്. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ എന്താണ്? ഇവിടെ 5 സെയിം ആണ്. ഇവിടോട്ട് വരുമ്പോഴോ ഇവിടെയും 5, ഇവിടെയോ അതും 5, ഇവിടെ വന്നപ്പോ അതും 5. അപ്പൊ നമ്മൾ വീണ്ടും ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ 2, അപ്പൊ ഇവിടെ വന്നപ്പോഴോ വീണ്ടും അവിടെയും 2, ഇവിടെ വന്നപ്പോ ഇവിടെയും 2, ഇവിടെ വന്നപ്പോ ഇവിടെയും 2. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ ഒരു സ്റ്റെപ്പ് വീണ്ടും മൂവ് ചെയ്തപ്പോ ഫ്രണ്ടിലോട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് റൈറ്റിലോട്ടാണ് കേട്ടോ. ഫ്രണ്ടിലോട്ടെന്ന് ഞാൻ പറയുന്നത് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നതാണ്. ഒരു സ്റ്റെപ്പ് റൈറ്റിലോട്ട് ഇവിടെ മൂവ് ചെയ്തപ്പോ ഇവിടെ 8 കിട്ടി. ഇവിടെയോ ഇവിടെ ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്തപ്പോ 4, ഇവിടെ ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്തപ്പോ 7, 2 കൂടിപ്പോയി 7. ഇവിടെയോ ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്തപ്പോ 1. അപ്പോ 8 4 7 1. 8 ആണോ 4 ആണോ 7 ആണോ 1 ആണോ, ഏതാണ് ഗ്രേറ്റർ? 8 അല്ലേ? 8 ആണ് ഗ്രേറ്റസ്റ്റ്. അപ്പൊ നമ്മൾ എഴുതും
ഇതാണ് 25,286 ആണ് ഗ്രേറ്റസ്റ്റ്. ഇനി ഏതാണ് സ്മോളസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ 8 ആണോ 4 ആണോ 7 ആണോ 1 ആണോ, ഏതാണ് സ്മോളസ്റ്റ്? 1 ആണ് സ്മോളസ്റ്റ്. അപ്പോ നമ്മൾ ഇവിടെ എഴുതും 25,210 ആണ് സ്മോളസ്റ്റ്. ശരി, അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്മൾ റൂൾ നമ്പർ 1 പഴയതുപോലെ തന്നെ റൂൾ നമ്പർ 1 വീണ്ടും ഇവിടെ യൂസ് ചെയ്യും. ഇവിടെ 4 ഡിജിറ്റ് ആണ്, ഇവിടെ 4 ഡിജിറ്റ്, ഇവിടെയും 4 ഡിജിറ്റ്, ഇവിടെ എത്തിയപ്പോ 5 ഡിജിറ്റ് ആയി, ഇവിടെ 3 ഡിജിറ്റ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് കിട്ടി. നമുക്ക് അത് വെച്ച് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റും ഗ്രേറ്റസ്റ്റ് സ്മോളസ്റ്റ്. കാരണം നോക്കിക്കോ, ഇവിടെ 5 ഡിജിറ്റ് നമ്പർ ആണ്, 4 ഡിജിറ്റ് നമ്പറിനെക്കാളും കൂടുതലാണ്. അപ്പോ ഇതാണ് ഗ്രേറ്റസ്റ്റ്. 5 ഡിജിറ്റ് ഉണ്ട്, 5 ഡിജിറ്റ്, അതുകൊണ്ട് ഇത് ഗ്രേറ്റസ്റ്റ്. ഇവിടെ ഏറ്റവും ഡിജിറ്റ് കുറഞ്ഞ സംഖ്യ ഏതാണ്, നമ്പർ ഏതാണ്? 124 അല്ലെങ്കിൽ 124. അപ്പോ ഇതെല്ലാം 4 ഡിജിറ്റ് അല്ലേ, അപ്പൊ അത് വരില്ല. ഇത് ഏറ്റവും കൂടിയത് 4-നേക്കാളും കൂടിയത് 5, ഇത് ഏറ്റവും കുറഞ്ഞത് 4-നേക്കാളും കുറഞ്ഞത് 3 ഇവിടെ ഉള്ളതില്. അപ്പൊ ഇത് 3 ഡിജിറ്റ് നമ്പർ ആണ്, 3 ഡിജിറ്റ്, അതുകൊണ്ട് ഇത് സ്മോളസ്റ്റ്. ഇവിടെ നമുക്ക് 3 ഡിജിറ്റും 4 ഡിജിറ്റ് 5 ഡിജിറ്റ് ഇങ്ങനെ 3 നമ്പറുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും, റൂൾ നമ്പർ 1 യൂസ് ചെയ്ത് തന്നെ നമുക്ക് പറയാൻ പറ്റും 5 ഡിജിറ്റ് ഇത്, 3 ഡിജിറ്റ് ഇത് 4 ഡിജിറ്റ് അല്ല. അപ്പോ സ്മോളസ്റ്റും ലാർജസ്റ്റും പറയാൻ പറ്റും. ഇനി ഒരെണ്ണം മാത്രമാണ് ഡിജിറ്റിൽ വ്യത്യാസം, ബാക്കി എന്ത് ചെയ്യും കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിക്കോ. അതാണ് അടുത്തത്. ഇവിടെ 4 ഡിജിറ്റ് നമ്പർ ആണ്, ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ് അത്. ഇവിടെ 4 ഡിജിറ്റ് നമ്പർ, ഇവിടെ 5 ഡിജിറ്റ് നമ്പർ, ഇവിടെ 5 ഡിജിറ്റ് നമ്പർ, 5 ഡിജിറ്റ് നമ്പർ, ഒരെണ്ണം മാത്രം സ്മോളസ്റ്റ്. സ്മോളസ്റ്റ് നമുക്ക് ആദ്യമേ കിട്ടി. ഏറ്റവും കുറഞ്ഞ സംഖ്യ കുറഞ്ഞ ഡിജിറ്റ്സ് ഉള്ള നമ്പർ ഏതാണ്? 6,895 ആണ്. അതാണ് സ്മോളസ്റ്റ് എന്ന് കിട്ടി. ഓക്കെ, കാരണം ബാക്കിയെല്ലാം 5 ആണ്, അപ്പൊ ഡിജിറ്റ്സ് കുറവ് ഇതിനാണ്, അതുകൊണ്ട് അതാണ് സ്മോളസ്റ്റ്. ഓക്കെ, ഇനി ഇതില് ഏതാണ് ലാർജസ്റ്റ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനെ അങ്ങോട്ട് മാറ്റി നിർത്തണം. നമുക്ക് സ്മോളസ്റ്റ് കിട്ടിക്കഴിഞ്ഞല്ലോ, കിട്ടിയതിനെ അങ്ങ് മാറ്റി നിർത്തണം. എന്നിട്ട് ഇതിനെ 3 വെച്ച് കമ്പയർ ചെയ്യണം. ഇതിൽ എല്ലാത്തിലും 5 ഡിജിറ്റ് ആണ്. റൂൾ നമ്പർ 1 കോംപ്രമൈസ്ഡ്. അടുത്ത റൂൾ നമ്പർ 2 ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ്. ഇത് 2, ഇവിടെ 2, ഇവിടെയും 2. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അവിടെ 3, ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോ ഇവിടെ 4, ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോ ഇവിടെ 4. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? എന്തായാലും ഗ്രേറ്റസ്റ്റ് 3 വരില്ല, ഇത് വരില്ല. കാരണം ഇവിടെ 3 ആണ്, ഇവിടെ രണ്ടിടത്തും 4 ആണ്. അപ്പൊ ഇതിലേതോ രണ്ടിൽ ഒന്നാണ്, ഈ രണ്ടിൽ ഏതോ ഒന്നാണ് ഗ്രേറ്റസ്റ്റ്. ഇതെന്തായാലും വരില്ല. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചുമ്മാ ഒന്ന് മാറ്റി, അല്ലെങ്കിൽ നിങ്ങൾ സർക്കിൾ ചെയ്ത് മാറ്റി വെച്ചാലും മതി ഇതിനെ. എന്നിട്ട് ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യും. ഇവിടെ ഇത്ര സെയിം ആയില്ലേ? ഇനി നമ്മൾ വീണ്ടും ഒരു സ്റ്റെപ്പ് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ 5, ഇവിടെ 6. അപ്പൊ നോക്ക്, 5 ആണോ ഗ്രേറ്റർ, 6 ആണോ ഗ്രേറ്റർ? 6 ആണ് ഗ്രേറ്റസ്റ്റ്. അപ്പൊ നമ്മൾ എഴുതും 24,659. അതാണ് ഗ്രേറ്റസ്റ്റ്. GREATEST, ഗ്രേറ്റസ്റ്റ്. ഓക്കെ, സോ ഇതാണ് ഹോംവർക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ. നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കാത്തവര് കിട്ടിയതിൽ എത്ര എണ്ണം ശരിയായി എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക, തെറ്റിയത് ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സോ എഴുതിയെടുക്കാത്തവർ, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തിട്ട് വരാത്തവർ എഴുതിയെടുത്തോളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ലെക്ചറിലെ മെയിൻ ടോപ്പിക്, ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ വി മേക്ക്? ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ വി മേക്ക്?
സോ എന്താണ് ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ വി മേക്ക് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഈ ടോപ്പിക് പഠിക്കുന്നത്? സോ ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ വി മേക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവര് നമുക്ക് നമ്പേഴ്സിനെ പറ്റിയിട്ട് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക് നമ്മൾ ഇവർ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ക്ലാസ് 6th ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് NCERT. സോ ഇത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്ന്. ഓക്കെ, അത് കഴിഞ്ഞ് എന്തിനാണ് ഇതിനെപ്പറ്റി പഠിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, എന്തിനാണ് ഇതിനെപ്പറ്റി പഠിക്കുന്നത്, ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ വി മേക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ക്ലാസ് 11th 12th ഉള്ള ചാപ്റ്ററിലെ ഒരു അതിന്റെ ഒക്കെ ബേസ് ആയിട്ട് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ് ഇതിൽ നമ്മൾ പഠിക്കണേ. ഇത് എന്ന് പറഞ്ഞാല് ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിനെ ഡെവലപ്പ് ചെയ്യും. അതായത് പാറ്റേൺ കണ്ടുപിടിക്കാനുള്ള കഴിവ്, ഒരു സർട്ടൺ റൂൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകാനുള്ളത്, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് ആ ഒരു തിങ്കിങ് എബിലിറ്റി നമുക്ക് കൂട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണേ. ഓക്കെ, ഇത് നല്ലപോലെ ചിന്തിക്കാനുള്ള ഒരു ടോപ്പിക് കൂടിയാണ് നിങ്ങൾക്ക്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ വി മേക്ക്? ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു 4 നമ്പേഴ്സ് തരെയാണ്. 7, 8, 4, 3 ഇങ്ങനെ 4 നമ്പേഴ്സ് തന്നു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഇത് ഉപയോഗിച്ച് 4 ഡിജിറ്റ് നമ്പർ നിങ്ങൾ ഉണ്ടാക്കണം. പറ്റാവുന്നത്ര 4 ഡിജിറ്റ് നമ്പർ നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കാൻ ഞാൻ പറയാണ്. എന്നിട്ട് ഒരു റൂൾ കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് വെച്ചു. ഒരിക്കലും നമ്പറുകളെ റിപ്പീറ്റ് ചെയ്യരുത്. 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം, അതിൽ ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, റിപ്പീറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് 7833 എന്ന് നിങ്ങൾ ഒരിക്കലും എഴുതരുത്. നിങ്ങൾക്ക് എഴുതുമ്പോ ഈ 4 ഡിജിറ്റുകളും ഈ 4 നമ്പേഴ്സും ആ ഡിജിറ്റിൽ വന്നിട്ടുണ്ടാവണം എപ്പോഴും. അതാണ് റൂൾ. അതായത് നമ്പേഴ്സ് ഒന്നും റിപ്പീറ്റ് ആവരുത്. ഇതില് 4 ഡിജിറ്റും വന്നിട്ടില്ല, പക്ഷെ കിട്ടിയ നമ്പർ 4 ഡിജിറ്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇതിൽ നിന്ന് ഒരു ഡിജിറ്റ് കളഞ്ഞ് ഏതോ ഒന്ന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഓക്കെ, അത് കുറച്ച് ചിന്തിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വെച്ചിരുന്നു അങ്ങനെ ഒരു കാര്യം. ഓക്കെ, സോ അത് എഴുതിയിടാം ആ റൂള്. Make all possible 4-digit number. This and use this and make all possible 4-digit number. പക്ഷെ ഒരു റൂള്, ഒരൊറ്റ റൂള്, ആ ഒരു റൂൾ ഏതാണ്? നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യരുത്. ഓക്കെ, നോ നമ്പേഴ്സ് ഇൻ the 4-digit are repeated. ഓക്കെ, അതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ടാസ്ക്. നിങ്ങൾ അടുത്തത് ചെയ്യാൻ പറയുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യും ഇതിനെ? ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ മാക്സിമം. അപ്പോ നിങ്ങൾ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം, ഇപ്പൊ നിങ്ങൾ ആദ്യം 8 വെച്ചിട്ട് തുടങ്ങണം, ഒരു നമ്പർ എഴുതി, പിന്നീട് 4 വെച്ച് അങ്ങനെ ഷഫിൾ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും നമ്മൾ ഏതൊക്കെ എഴുതിയില്ല എന്ന്. അപ്പൊ ഒരു ഓർഡറിൽ എഴുതി പോണത് എപ്പോഴും നല്ലതായിരിക്കും. ഇത് എങ്ങനെ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ 4 ഡിജിറ്റ് മേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഓർഡറിൽ, ഒന്നെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, വലുതിൽ നിന്ന് ചെറുതിലോട്ട് എങ്ങനെ എഴുതും? ഇത് വെച്ചിട്ട് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാൻ നമ്മൾ തീരുമാനിച്ചാൽ അത് എങ്ങനെ എഴുതും നോക്കാം, അത് പറഞ്ഞുതരാം. അതാണ് ഇതില് മെയിൻ ആയിട്ടുള്ള കാര്യം. അതാണ് അത് എന്താണ് അങ്ങനെ എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ നോക്കിക്കോ, ഞാൻ വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് എഴുതാൻ പോണേ. ഓക്കെ, നോക്കിക്കോ അതെങ്ങനെയാണ് എഴുതണേന്ന്. ഇവിടെ 4 ഡിജിറ്റ് നമ്പർ ഇല്ലേ, ആദ്യം ഞാൻ ഗ്രേറ്റസ്റ്റ് നമ്പറിനെ ഫിക്സ് ചെയ്യും. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ആയിട്ട് ഞാൻ 8 ഫിക്സ് ചെയ്തു. ഇതിൽ ഗ്രേറ്റസ്റ്റ് 8 ആണ്. എന്നിട്ട് അടുത്ത ഗ്രേറ്റസ്റ്റ് ഫിക്സ് ചെയ്യും 7. അത് കഴിഞ്ഞ് അടുത്ത ഗ്രേറ്റസ്റ്റ് ഫിക്സ് ചെയ്യും 4. എന്നിട്ട് ലാസ്റ്റ് ഉള്ള നമ്പറിനെ എടുത്ത് വെക്കും 3, അടുത്ത ഗ്രേറ്റസ്റ്റ്. ഇതാണ് ഈ നമ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഇത് ഈ നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഓർമ്മയിൽ പറഞ്ഞുണ്ടോ? എന്തെങ്കിലും മനസ്സിലാവണുണ്ടോ ഒരു പാറ്റേൺ? വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഏതൊരു നമ്പറിനെയും ഡിസെൻഡിങ് ഓർഡർ, അതായത് വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതിയ നമുക്ക് ആ നമ്പറുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് നമ്പർ കിട്ടും. ഒന്നുകൂടി പറഞ്ഞേ,
അതായത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പറഞ്ഞ എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അതായത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണെന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറുകളെ വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് നമ്പർ കിട്ടും. സോ ഇനി ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് നമ്പർ നമുക്ക് കിട്ടിക്കഴിയും, ഈ നമ്പറുകൾ ഉണ്ടാക്കിയ. ഇനി ഇതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് താഴോട്ടുള്ളത് നോക്കണം. അതെങ്ങനെ എഴുതും? 8 ഫിക്സ് ചെയ്യും, അടുത്തത് 7 തന്നെ ഫിക്സ് ചെയ്യും, എന്നിട്ട് 43ക്ക് വരെ 34 എന്ന് എഴുതും. 3-4. നോക്കിയേ, ഇപ്പൊ ഇതിനേക്കാൾ ഒരു സ്റ്റെപ്പ് ഗ്രേറ്റർ ആണ്. ഡിജിറ്റ്സ് സെയിം ആണ്, ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് സെയിം ആണ്, ഒരു സ്റ്റെപ്പ് റൈറ്റിലോട്ട് മൂവ് ചെയ്തപ്പോ അത് സെയിം ആണ്. വ്യത്യാസം അടുത്ത സ്റ്റെപ്പിൽ മാത്രമാണ്. അപ്പോ ഇത് രണ്ടും 8700 അതായത് 8700 പറഞ്ഞതാണിത്. ഓക്കെ, അടുത്ത നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ നിന്ന് ചെറുത് 8 ഫിക്സ് ചെയ്തു. നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ മാക്സിമം ആയി കഴിഞ്ഞു. ഈ 7 ഇവിടെ വെച്ച് 8 ഫിക്സ് ചെയ്ത് 7 സെക്കൻഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മാക്സിമം ഇത് രണ്ടുമാണ്. പിന്നെ അപ്പുറം 7 ഇപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്ന് ചെറുത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ എങ്ങനെ എഴുതും? 8733 എന്ന് എഴുതോ? അങ്ങനെ എഴുതരുതെന്ന് ഞാൻ പറഞ്ഞു, കാരണം അതാണ് റൂള്, അങ്ങനെ എഴുതാൻ പാടില്ല. സോ അത് പറ്റൂല. 44 ഒന്നും എഴുതാൻ പറ്റൂല, കാരണം അതും റൂളിനെതിരാണ്. സോ ഇത് രണ്ടുമാണ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞ അപ്പൊ നമ്മൾ 7 മാറ്റും, അങ്ങനെ വേറെ പറ്റാത്തതുകൊണ്ട് അടുത്ത ചെറുത് കണ്ടുപിടിക്കാൻ നമ്മൾ ആ 7 മാറ്റി അവിടെ 4 എഴുതും. എന്നിട്ട് 7 ഗ്രേറ്റസ്റ്റ്, പിന്നെ 3 8473. അത് കഴിഞ്ഞ് ഇതിന്റെ സ്മോളസ്റ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? 8437. ഇങ്ങനത്തെ നമ്പറിനെ തിരിച്ചിട്ട് ഇനി 4 ഇവിടെ വന്നിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടാവുന്ന മാക്സിമം ആയി കഴിഞ്ഞു ഇത് രണ്ടെണ്ണം. ഇനി 4 ഇവിടെ വെച്ചിട്ട് നമുക്ക് വേറൊരു ചെറിയ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് 8-3 ആക്കും. 3 ഇട്ടിട്ട് 7-4 ഗ്രേറ്റസ്റ്റ്. എന്നിട്ട് അടുത്ത ഇതിൽ നിന്ന് ചെറുത് കണ്ടുപിടിക്കാനാണെങ്കിൽ 8-3-4-7 അതിലുണ്ടാക്കാൻ പറ്റിയ സ്മോളസ്റ്റ്. ഓക്കെ, സോ ഇത് എത്ര എണ്ണം ഉണ്ട് മൊത്തം? ഈ ഒരു കോളത്തില് 6 എണ്ണം ഉണ്ട്. ഇത്രയും ഉണ്ടാക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. ഈ ഇത്രയും നമ്പേഴ്സ് ഉപയോഗിച്ച് പോസിബിൾ ആയിട്ടുള്ള 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം. ഞാൻ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതണുണ്ട്, ആദ്യം ഇങ്ങനെ എഴുതിയിട്ട് തരുന്നത്. അപ്പൊ ബാക്കി നമ്പേഴ്സ് ഇല്ലേ? 7 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്. അത് മൊത്തം ചെയ്ത് നോക്കാം. അപ്പോ 7 ഫിക്സ് ചെയ്യാണ്, എന്നിട്ട് 8-നെ സെക്കൻഡ് നമ്പർ ആയിട്ട് കൊടുത്തു, എന്നിട്ട് 4-3. ഓക്കെ, അത് കഴിഞ്ഞ് 7-8-3-4. അതുപോലെ അടുത്ത് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ പോസിബിൾ നമ്പേഴ്സ് കഴിഞ്ഞു. അടുത്ത നമ്പേഴ്സ്, അടുത്ത 7-8-ന് പകരം 7-4-8-3. അത് കഴിഞ്ഞ് 7-4-3-8. അടുത്തത് 7 വെച്ചിട്ട് 4 സെക്കൻഡ് വന്നുള്ള ഉണ്ടാക്കാൻ പറ്റിയ നമുക്ക് പോസിബിൾ 4 ഡിജിറ്റ്സ് കഴിഞ്ഞു. അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ പോസിബിൾ 4 ഡിജിറ്റ് കഴിഞ്ഞു. അപ്പൊ അടുത്തത് നമ്മൾ വരും. അടുത്തത് എങ്ങനെയാണ്? 8-4. അത് കഴിഞ്ഞ് 7-3-4-8. ഇതേപോലെ നമ്മള് 4-ലും 3-ലും ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് ചെയ്യും. 4-8-7-3 4873 ഗ്രേറ്റസ്റ്റ് ആ 4 കൊണ്ടുള്ളതിൽ. അത് കഴിഞ്ഞ് അതിന്റെ ഒരു സ്റ്റെപ്പ് സ്മോളസ്റ്റ് 4-8-3-7. ഓക്കെ, അത് കഴിഞ്ഞു 4-7-8-3. അത് കഴിഞ്ഞ് 4-7-3-8. അത് കഴിഞ്ഞ് 4-3-8-7. അത് കഴിഞ്ഞു 4-3-7-8. ഒരു സെക്കൻഡ് ഇങ്ക് തീർന്നു.
ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ 3 കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയത്, 3 ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയത് നോക്കും. 3, 8, 7, 4 ഗ്രേറ്റസ്റ്റ്. അത് കഴിഞ്ഞ് 3, 8, 4, 7. അടുത്തത് 3, 8 അല്ല 8 വെച്ചുള്ള മാക്സിമം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 3, 7, 8, 4. അടുത്ത 3, 7, 4, 8. അടുത്തത് 3, 4, 8, 7. 3, 4, 7, 8. ഓക്കെ, അപ്പൊ ഇത്രയും നമ്പേഴ്സ് ആണ് മാക്സിമം. അതില് ഫസ്റ്റ് എഴുതിയ ഇതാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ, ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ്. ഈ ലാസ്റ്റ് എഴുതിയ ഈ നമ്പർ ഇല്ലേ, ഇതാണ് സ്മോളസ്റ്റ് നമ്പർ. ഈ സ്മോളസ്റ്റ് നമ്പറിനെ കാണുമ്പോഴും നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഓർമ്മ വരും. നോക്കിക്കോ, ചെറുതിൽ നിന്നും വലുതിലോട്ടാണ് എഴുതിയിരിക്കുന്നത്, അതായത് അസെൻഡിങ് ഓർഡർ എന്ന് പറയും. വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതുന്നതിനെ ഡിസെൻഡിങ് എന്നും, ചെറുതിൽ നിന്നും വലുതിലോട്ട് എഴുതുന്നതിനെ അസെൻഡിങ് എന്നും പറയും. ഇത് അസെൻഡിങ് ഓർഡറിലാണ്, അതായത് 3, 4, 7, 8 ഓരോ സംഖ്യ ചെല്ലും തോറും വലുതായി വരികയാണ് സംഖ്യകൾ. മനസ്സിലായില്ലേ? ഡിജിറ്റ്സ് വലിയ നമ്പറാണ് ഓരോ ഡിജിറ്റ്സിലും പറഞ്ഞത്. അപ്പൊ അതിനെ നമ്മൾ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുക. മനസ്സിലായില്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് സംഖ്യകളെ നമ്മള് ഡിസെൻഡിങ് ഓർഡർ, വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതിയ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് നമ്പരും, ചെറുതിൽ നിന്നും വലുതിലോട്ട് എഴുതിയ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ തന്നിട്ടുള്ള ഡിജിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്മോളസ്റ്റ് ഡിജിറ്റും കിട്ടും, നമ്പരും കിട്ടും. ഓക്കെ, അതാണ് ടോപ്പിക്. കൺസെപ്റ്റ് ഒരു കൺസെപ്റ്റ്. അടുത്തത് ഇങ്ങനെ എഴുതിയത്, ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ പാറ്റേൺ കിട്ടും. ഫസ്റ്റ് നമ്മൾ 8 ഫിക്സ് ചെയ്തു, എന്നിട്ട് 7 ഫിക്സ് ചെയ്തു. ഫസ്റ്റ് 2 സെറ്റില് 7 ഫിക്സ് ചെയ്തിട്ട് 4നെയും 3നെയും തിരിച്ചിട്ടാണ് ഒരെണ്ണം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് അതുപോലെ മാറി മാറി വരും. ഏത് 7 കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ പോസിബിലിറ്റീസ് കഴിഞ്ഞപ്പോൾ അടുത്ത നമ്പർ മാറ്റി 4 എന്ന് എഴുതി, എന്നിട്ട് 7, 3 എന്ന് എഴുതി, എന്നിട്ട് അതിനെ തിരിച്ചിട്ടു. അതുപോലെ ഇങ്ങോട്ടും ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള പാറ്റേൺ ആണത്. ഓക്കെ, ഇതാണ് ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ വി മേക്ക്. പക്ഷെ ഇതിലൊരു ട്രിക്ക് ഉണ്ട്. അത് പറയുന്നതിന് മുമ്പ്, ഇത് എത്ര നമ്പർ ഉണ്ട്? നിങ്ങൾ എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ഇതുപോലെ എഴുതിയിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത് ടൈം വേസ്റ്റ് ആണ്. അതിന് പകരം ഒരു ട്രിക്ക് ഉണ്ട്. എങ്ങനെയെന്നറിയാമോ? ആദ്യം ഈ സൈഡിൽ നിന്ന് താഴോട്ട് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കണം. 1, 2, 3, 4, 5, 6. മേളിൽ നിന്ന് താഴോട്ട് 6 ആണ്. എന്നിട്ട് ഇങ്ങോട്ട് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കണം. 1, 2, 3, 4. 4 നമ്പർ ഉണ്ട്. അപ്പോ 6 into 4 എത്രയാണ്? ഈക്വൽ ടു 24. ഇത്രയും നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അതാണ് അതിന്റെ ട്രിക്ക്. അതായത് വേണമെങ്കിൽ എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24. മനസ്സിലായോ? അതിനെ ഇങ്ങനെ എണ്ണതിനേക്കാൾ സ്പീഡിൽ എണ്ണാനാണ്. സ്പീഡിൽ നിങ്ങൾക്ക് എത്ര നമ്പർ ഉണ്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം മേളിയും താഴോട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കും. ഫസ്റ്റ് ലൈനിൽ 1, 2, 3, 4, 5, 6 ഉണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് എഴുതാം, നോക്കണം. 1, 2, 3, 4. അപ്പോ 6 into 4, 24. പക്ഷെ നിങ്ങൾ നോക്കണം, നമ്പേഴ്സ് എപ്പോഴും ഇങ്ങനെ അടുക്കിന് എഴുതാൻ നോക്കണം കേട്ടോ. എപ്പോഴും ഒരേ ലെവലിൽ ഇങ്ങനെ നമ്പേഴ്സ് എഴുതാൻ നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവും ചിലപ്പോ. ഓക്കെ, പക്ഷെ ഇതിനേക്കാൾ ഇങ്ങനെ എഴുതി നോക്കാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അത് കുറച്ചുകൂടി ഹയർ കൺസെപ്റ്റ് ആണ്. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് അത് ഇപ്പോഴേ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇങ്ങനെ എഴുതുന്നതിന് പകരം എത്ര നമ്പർ കിട്ടും, എത്ര നമ്പർ പോസിബിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് ഇത്രയും കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയെന്നറിയാമോ? ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 1, 2, 3, 4. 4 ഡിജിറ്റ്സ് തന്നിട്ടുണ്ട്. 4 നമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ച് റിപ്പീറ്റ് ആവാത്ത പോസിബിൾ 4 ഡിജിറ്റ് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ 1 into 2 into 3 into 4 എന്ന് എഴുതിയാൽ മതി. അതിന്റെ ആൻസർ 24 എന്നാണ്. അതായത് 1 into 2 എത്രയാണ്? 2. 2 into 3 6. 6 into 4 24. ആൻസർ 24 എന്ന് കിട്ടും. ആൻസർ കറക്റ്റ് ആയോ? ഇതിനെ കിട്ടിയോ? കിട്ടി.
ഇപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾക്ക് 3 ഡിജിറ്റ്സ് തന്നിട്ടുള്ളൂ. 4 5 3 4 ഇങ്ങനെയാണ് വന്നത്. അപ്പൊ ഈ 3 ഡിജിറ്റ് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 1 into 2 into 3, അതായത് 6 3 ഡിജിറ്റ് നമ്പർ, 6 റിപ്പീറ്റ് ആവാത്ത നമ്പറുകൾ പറഞ്ഞ 3 ഡിജിറ്റ് നമ്പേഴ്സേ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 5 ഡിജിറ്റ് ആണെങ്കിലോ, 5 ഡിജിറ്റ് ആണെങ്കിൽ 1 into 2 into 3 into 4 into 5 എന്ന് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. ആ ട്രിക്ക് അത്രേ ഉള്ളൂ. ഈ നമ്പർ കണ്ട അവിടെ പറയണത് എത്ര നമ്പർ ഉണ്ടോ നോക്കും, എന്നിട്ട് 1 into 2 into 3 into 4 എത്ര നമ്പർ ഉണ്ടോ എന്ന് വരും. എന്നാ വേറൊരു കാര്യം, ഞാൻ ഈ റൂള് നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞില്ല. അതായത് നിങ്ങൾക്ക് നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യം, ഒരു കേസിൽ ഞാൻ നിങ്ങളെ എത്തിച്ചു. നിങ്ങളടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ നമ്പർ റിപ്പീറ്റ് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റും? ഈ 4 ഡിജിറ്റ് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് 256 നമ്പർ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയാവോ? ഇപ്പൊ ഇവിടെ 4 നമ്പേഴ്സ് അല്ലേ ഞാൻ തന്നിട്ടുള്ളേ. അപ്പൊ 4 റൈസ് ടു 4 എന്ന് എഴുതും. ഇതെപ്പോഴാണ്? റിപ്പീറ്റ് ആവണ കേസിലാണ്. ക്യാൻ റിപ്പീറ്റ്. ഇതോ കനോട്ട് റിപ്പീറ്റ്. കനോട്ട് റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ആവാത്ത കേസിൽ ഇത് ഈ ട്രിക്കാണ്, ഈ മെത്തേഡ് യൂസ് ചെയ്യും. റിപ്പീറ്റ് ആവാന്നുള്ള കേസിലാണ് ക്യാൻ, ഇതൊക്കെ എഴുതി വെക്കാണ്. ക്യാൻ റിപ്പീറ്റ് ആവുന്ന കേസിൽ 4 raised to 4 എന്ന് എഴുതും. 4 raised to 4 എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ കാര്യമൊന്നുമില്ല. 4 raised to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 4 into 4 into 4 into 4. 4നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക, 4 കൊണ്ട് തന്നെ. അതിനാണ് 4 raised to 4 എന്ന് പറയുന്നത്. 4 raised to 5 എന്ന് പറഞ്ഞാൽ 4 into 4 into 4 into 4 into 4. അതായത് 4നെ 5 കൊണ്ട്, ഞാൻ ഇപ്പൊ 6 പ്രാവശ്യം പറയാൻ തോന്നുന്നു, 5 പ്രാവശ്യം 4നെ 4 കൊണ്ട് 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് അതിന്റെ അർത്ഥം. അതായത് ഇപ്പൊ 4 into 4 16. ഇവിടെയും 4 into 4 16. ഇനി ഈ 16 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 256 കിട്ടും. അതായത് 16 into 16 ഈക്വൽ ടു 256 എന്ന് കിട്ടും. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ വി മേക്ക് എന്ന് പറയുന്ന ടോപ്പിക്. സോ നമുക്കിത് നിങ്ങൾ എഴുതിയെടുത്തതിനു ശേഷം നമുക്ക് NCERT-യിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് മാറിയിരിക്കാം. സോ നമ്മുടെ ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ വി മേക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി അതിലെ കുറച്ച് NCERT ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് കുറച്ച് NCERT ക്വസ്റ്റ്യൻസ്, ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. 3 എണ്ണം ചെയ്യാം, ഒരെണ്ണം ഹോംവർക്ക്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ NCERT. First question. Use the digits. Digits without repetition. And make the greatest smallest 4-digit numbers. 4-digit numbers. A 2 8 7 4. B 9 7 4 1. C 4 7 5 0. D 1 7 6 2. E 5 4 0 3. Okay, so അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
ഒന്നുമില്ല. ഈ ഇത്രയും തന്നിട്ടുള്ള ഈ ഡിജിറ്റ്സ് ഉപയോഗിച്ച് ഓരോ ഓപ്ഷനിലും നിങ്ങൾക്ക് 4 ഡിജിറ്റ്സ് വെച്ച് തന്നിട്ടുണ്ട്. ആ ഡിജിറ്റ്സ് യൂസ് ചെയ്ത് റിപ്പീറ്റ് ആവാതെ ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റും സ്മോളസ്റ്റും ആയിട്ടുള്ള 4 ഡിജിറ്റ്, കൂടുതലൊന്നും അവർ എഴുതാൻ പറയാനില്ല. ഗ്രേറ്റസ്റ്റ് ഉണ്ടാക്കാൻ, ഇത് വെച്ച് ഈ 4 ഡിജിറ്റ്സ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് നമ്പറും ഉണ്ടാക്കാൻ പറ്റിയ സ്മോളസ്റ്റ് നമ്പറും, ഇത് രണ്ടും എഴുതാനേ പറയുന്നുള്ളൂ. സോ ഗ്രേറ്റസ്റ്റ് സ്മോളസ്റ്റ് എഴുതാനുള്ള കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിൽ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഉണ്ടാക്കണമെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലും സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കണമെങ്കിൽ അസെൻഡിങ് ഓർഡറിലും എഴുതണം. അത് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതണം ഗ്രേറ്റസ്റ്റ് നമ്പർ ഉണ്ടാക്കാൻ. എന്നാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയ സ്മോളസ്റ്റ് നമ്പർ കിട്ടും. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ സ്മോളസ്റ്റ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? എങ്ങനെ എഴുതും? ഡിസെൻഡിങ് ഓർഡറിൽ എഴുതും. 8 7 8 7 4 2. അതാണ് ഗ്രേറ്റസ്റ്റ്. ബ്രാക്കറ്റിലിട്ടോ ഗ്രേറ്റസ്റ്റ്. ഇത് അടുത്ത സ്മോളസ്റ്റ്. സ്മോളസ്റ്റ് ഉണ്ടാക്കണമെങ്കിലോ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഗ്രേറ്റസ്റ്റ് ആണെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതണം, അസെൻഡിങ് ഓർഡർ. അതായത് ഇതിനെ നേരെ തിരിച്ച് എഴുതണം. 2 7 4 8. ഇതാണ് സ്മോളസ്റ്റ് നമ്പർ. ഓക്കെ, സോ നമുക്കിനി അടുത്തത് പോവാം, ഓപ്ഷൻ ബിയിലോട്ട്. ബിയില് ഏതാണ് ഗ്രേറ്റസ്റ്റ്? ഗ്രേറ്റസ്റ്റ് എങ്ങനെ എഴുതും? അതും ഡിസെൻഡിങ് ഓർഡറിൽ തന്നെയാണ്. എങ്ങനെ എഴുതും ഡിസെൻഡിങ് ഓർഡറിൽ? ഇതിനെ 9 7 4 1 ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത് എങ്ങനെയാണ്? ആദ്യം ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ എഴുതണം, 9. അടുത്ത് 9 കഴിഞ്ഞിട്ട് അടുത്ത ഗ്രേറ്റസ്റ്റ് നമ്പർ എഴുതണം, 7. അത് കഴിഞ്ഞ് അടുത്ത ഗ്രേറ്റസ്റ്റ് 4, അടുത്ത ഗ്രേറ്റസ്റ്റ് 1. ആ തന്നിരിക്കണം അതേ ഓർഡറിൽ തന്നെയാണ്. ഓക്കെ, ഇതാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ. ഓക്കെ, അത് കഴിഞ്ഞ് സ്മോളസ്റ്റ്. ഇതിനെ നേരെ തിരിച്ചെഴുതിയാൽ മതി, സ്മോളസ്റ്റ് കിട്ടും. അസെൻഡിങ് ഗ്രേറ്റസ്റ്റ് നമ്പർ കിട്ടിയെങ്കിൽ ഗ്രേറ്റസ്റ്റ് നമ്പറിന്റെ നേരെ തിരിച്ചെഴുതിയ സ്മോളസ്റ്റ് നമ്പർ കിട്ടും. അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ, അതായത് 1 4 7 9 ആണ് സ്മോളസ്റ്റ് നമ്പർ. അതായത് ഇതിനെ നേരെ തിരിച്ചെഴുതിയ ഇത് കിട്ടും. ഏത്? ഇത് 1479 അല്ലെങ്കിൽ 1479. അത് കഴിഞ്ഞ് നമുക്ക് സിയിലോട്ട് വരാം. സിയില് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് ഏതാണ്? എങ്ങനെ എഴുതും? ഡിസെൻഡിങ് ഓർഡറിൽ. എങ്ങനെ? 7 5 4 0. 7540 ആണ് ഗ്രേറ്റസ്റ്റ്. അപ്പൊ അതിന്റെ സ്മോളസ്റ്റോ ഇതിനെ നേരത്തെ എഴുതും, 0 4 5 7. അതായത് അപ്പൊ നമ്മൾ ഓർക്കും, 0 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലെഫ്റ്റിൽ 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കണക്കിൽ എടുക്കൂല. സോ അതിന് ആൻസർ എന്ന് പറയുന്നത് 457, 3 ഡിജിറ്റ് നമ്പർ ആണ് സ്മോളസ്റ്റ്. LLEST. ഇങ്ങനെ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇത് തെറ്റാണ്. എന്താണ് തെറ്റാൻ കാരണം? ഇവിടെ വ്യക്തമായിട്ട് പറയാനുണ്ട്, ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ തന്നെ ഉണ്ടാക്കണമെന്ന്. 4 ഡിജിറ്റ് നമ്പർ തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ 3 ഡിജിറ്റ് എഴുതി വെച്ചാൽ അത് ശരിയാവോ? ആവൂല, തെറ്റാണ്. വിത്തൗട്ട് റെപ്പറ്റീഷൻ മേക്ക് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ എന്ന് മാത്രം തന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. പക്ഷെ 4 ഡിജിറ്റ് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അത് പറ്റൂല. അത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. നോൺ സീറോ നമ്പറിൽ ഏറ്റവും സ്മോളസ്റ്റ് എഴുതണം ഫസ്റ്റ്. നോൺ സീറോ നമ്പറിൽ ഇതിൽ നോൺ സീറോ അല്ലാത്തതിൽ ഏറ്റവും സ്മോൾ ഏതാണ്? 0 പോയിട്ട് 475, അതിൽ 4 ആണ് സ്മോളസ്റ്റ്. അപ്പൊ 4 ആദ്യം എഴുതും. സോറി, ഒരു സെക്കൻഡ്. അല്ലെങ്കിൽ ആ മിസ്റ്റേക്ക് ഇരിക്കട്ടല്ലേ, ആ മിസ്റ്റേക്ക് നിങ്ങൾ എഴുതി വെച്ചോ, അത് പഠിക്കാൻ ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും. വൈ? കാരണം 3 ഡിജിറ്റ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് വേണ്ടത് 4 ഡിജിറ്റ് ആണ്. അതാണ് എന്റെ എക്സ്പ്ലനേഷൻ. എന്റെ ആൻസർ ഇതാണ്, ഞാൻ എഴുതാം.
നോൺ സീറോ ഡിജിറ്റ് ആയിട്ടുള്ള ചെറുതായിട്ടുള്ള 4 ആദ്യം എഴുതി, എന്നിട്ട് സീറോ ഇട്ട് അതിനുശേഷം 5 7 ഇങ്ങനെ എഴുതണം. അതായത് സീറോ ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അത് 3 ഡിജിറ്റ് ആയി പോകും. അപ്പൊ സീറോ സെക്കൻഡ് എഴുതണം. ഓക്കെ, സീറോ സെക്കൻഡ് എഴുതണം. ഒരു നോൺ സീറോ നമ്പറിൽ സ്മോളസ്റ്റ് എടുക്കണം, എന്നിട്ട് അതിനെ ഫസ്റ്റ് എഴുതാം. അതായത് ഇവിടെ ഉള്ളതില് നോൺ സീറോ നമ്പറിൽ സ്മോളസ്റ്റ്, അതായത് ഈ 3 സ്മോളസ്റ്റ്, ഇതിൽ 4 ആണ് സ്മോളസ്റ്റ്, അതെടുത്ത് ഫസ്റ്റ് എഴുതണം, എന്നിട്ട് സീറോ എഴുതണം. അതിനുശേഷം നിങ്ങൾ അസെൻഡിങ് ഓർഡർ ഫോളോ ചെയ്യണം, അതായത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതണം. ഓക്കെ, സോ അതാണ് അതിന്റെ ആൻസർ. അത് കഴിഞ്ഞ് നമുക്ക് ഓപ്ഷൻ ഡിയിലോട്ട് വരാം. ഡിയില് ഗ്രേറ്റസ്റ്റ് ഏതാണ്? ഗ്രേറ്റസ്റ്റ് എങ്ങനെ നമ്മൾ എഴുതും? ഡിസെൻഡിങ് ഓർഡർ, അതായത് വലുതിൽ നിന്ന് ചെറുതിലോട്ട് 7 6 2 1, ഇതാണ് ഗ്രേറ്റസ്റ്റ്. ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്മോളസ്റ്റോ ഇതിനെ നേരെ തിരിച്ചെഴുതും. 1 2 6 7, ഇതാണ് സ്മോളസ്റ്റ്. ഓക്കെ, അടുത്തത് ഇയില് ഗ്രേറ്റസ്റ്റ് സ്മോളസ്റ്റ് ഏതാണ്? ഇയില് നമ്മൾ ഗ്രേറ്റസ്റ്റ് സ്മോളസ്റ്റ് എങ്ങനെ എഴുതും? ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം ഗ്രേറ്റസ്റ്റ് കിട്ടാനായിട്ട്. ഡിസെൻഡിങ് ഓർഡറിൽ എങ്ങനെ? 5 4 3 0, ഇത് അങ്ങനെ തന്നെ എഴുതിയത്. 3 0 വരുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ഗ്രേറ്റസ്റ്റ് എഴുതുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട്, നമ്മളെ റൈറ്റിലോട്ട് 0 വന്നാൽ കുഴപ്പമില്ല, ലെഫ്റ്റിലോട്ട് 0 വന്നാലേ കുഴപ്പമുള്ളൂ. സ്മോളസ്റ്റ് എഴുതുമ്പോഴാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാറുള്ളത്. ഇവിടെ നമുക്ക് ഡിസെൻഡിങ് ഓർഡർ പ്രോപ്പർ ആയിട്ട് തന്നെ എഴുതി പോവാം. ഇത് ഗ്രേറ്റസ്റ്റ്. ഇതെന്തുകൊണ്ട് ഗ്രേറ്റസ്റ്റ് അല്ല? ഈ 0 ഇപ്പുറത്ത് വന്ന 3യുടെ ഇപ്പുറത്ത് ലെഫ്റ്റിൽ വന്ന എന്താണ് ഗ്രേറ്റർ അല്ലാത്ത? കാരണം ഇത് 5430 ആണ്. ഈ 0 ഇപ്പുറത്ത് 3യുടെ ഇവിടെ വരെയാണെങ്കിൽ 5403 എന്നാവും. 30 ആണോ 3 ആണോ വലുത്? 30. അതുകൊണ്ടാണ് ഇത് ഗ്രേറ്റസ്റ്റ് ഇങ്ങനെ എഴുതിയത്. ഇനി സ്മോളസ്റ്റ് എഴുതണം. സ്മോളസ്റ്റ് എങ്ങനെയാണ്? ആദ്യം നോൺ സീറോ നമ്പറിൽ ഏറ്റവും സ്മോളസ്റ്റ് എഴുതണം, 3 ഇവിടെ ഉള്ളതിൽ, എന്നിട്ട് 0 എഴുതണം. അത് കഴിഞ്ഞ് നമ്മള് അസെൻഡിങ് ഓർഡർ ഫോളോ ചെയ്യണം. 4 5, ഇതാണ് സ്മോളസ്റ്റ് നമ്പർ. അതുകൊണ്ട് മേക്ക് ചെയ്യാൻ പറ്റിയ സ്മോളസ്റ്റ് നമ്പർ ആണ് ഇത്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ആൻസർ. നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുത്തോളൂ. ഓക്കെ, ബാക്കിയാണേ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, greatest and smallest four-digit numbers using any one digit twice. ഇതിന് ഞാൻ നിങ്ങൾക്ക് ഹിന്റ് തരാം.
ടെക്സ്റ്റ് ബുക്കിലും തന്നിട്ടുണ്ട് ഹിന്റ്. Think in each case which digit will use twice. ഒരു സെക്കൻഡ്. A 387 B 905 C 049 D 851. Second question ഇതാണ്. Now make the greatest and the smallest of 4-digit numbers using any one of the digit twice. ഹിന്റ് പറഞ്ഞിരിക്കുന്നത് ഓരോ കേസിലും ഗ്രേറ്റസ്റ്റും സ്മോളസ്റ്റും എഴുതുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലെങ്കിൽ ആലോചിക്കുക ഏത് നമ്പറാണ് നിങ്ങൾ 2 പ്രാവശ്യം എഴുതാൻ പോകുന്നത് എന്ന്. ഒരു സെക്കൻഡ്, കൈ മൊത്തം മഷിയായി. ഇങ്ങ് കയ്യിലെ ഓക്കെ, അതാണ് ഹിന്ദി പറഞ്ഞത്. ഹിന്ദിയിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്. തിങ്ക് ഇൻ ഈച്ച് കേസ് വിച്ച് ഡിജിറ്റ് യു വിൽ യൂസ് ട്വൈസ്. ഓരോ കേസിലും നിങ്ങൾ ആലോചിക്കുക ഏത് നമ്പറാണ് നിങ്ങൾക്ക് 2 പ്രാവശ്യം എഴുതേണ്ടതെന്ന്. അതായത് നമുക്ക് തീരുമാനിക്കാമെന്നാണ് അവർ പറയാതെ പറയണത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്ത് പഠിച്ചാലേ എക്സാമിന് വരുമ്പോൾ മുമ്പ് നമ്മളിത് കണ്ടിട്ടുണ്ട്, ഇതുപോലെയാണ്, അങ്ങനെ ചെയ്യണതാണ്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു 2-3 മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് നമുക്ക് ചിലപ്പോൾ വേറെ മോഡലായിരിക്കും പറഞ്ഞത്. അത് മേ ബി നമ്മളത് കണ്ടിട്ടുണ്ടാവൂല. നമുക്കത് എക്സ്പീരിയൻസ് ഇല്ലാത്താവുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല വായിക്കുമ്പോൾ. അപ്പൊ നമുക്കത് എഴുതാൻ പറ്റൂല. അങ്ങനെയാണ് സംഭവിക്കുന്നത്. മാർക്ക് കുറഞ്ഞു പോകണം പലർക്കും നമ്മൾ ട്യൂഷൻ ക്ലാസ്സുകളിലൊക്കെ പോയി പഠിപ്പിക്കുമ്പോൾ അവർക്ക് നമ്മൾ നമ്പറായിട്ട് ഇട്ട് കൊടുത്താൽ അവർ ചെയ്യും. പക്ഷെ ഒരു വേർഡ് പ്രോബ്ലം പോലെ ഇതുപോലെ സെന്റൻസിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ, വേറെ ചാപ്റ്റേഴ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യില്ല. പക്ഷെ അവർക്ക് അറിയാം, പക്ഷെ അവർക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല. അതാണ് ആ പ്രശ്നം. അതിനെന്താണ്, ഇതുപോലത്തെ വേർഡ് പ്രോബ്ലംസ് നിറയെ ചെയ്ത് പഠിക്കുക. അതിന് ഹെൽപ്പ് വേണമെങ്കിൽ യൂട്യൂബിലോ ഇതുപോലെ എന്റെ ക്ലാസ്സുകൾക്കോ നിങ്ങൾക്ക് വേറെ ഈ ലെക്ചേഴ്സ് ഒക്കെ കാണാവുന്നതാണ്. അതിൽ ഇതുപോലത്തെ NCERT-ലും ഇനി ഹയർ ക്ലാസ് 7th ചെല്ലുമ്പോൾ വേറെയും ടോപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്യും. RD ശർമ്മ പോലുള്ളതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യും. അപ്പൊ ഒരുപാട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആവും ക്വസ്റ്റ്യനുമായിട്ട്. നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാവും നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് ഉടൻ ഓർമ്മ വരും, ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ്, ഇതുപോലത്തെ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ, അബ്സ്ട്രാക്ട് തിങ്കിങ് അത് വരും. ഓക്കെ, സോ കുറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് മാത്സിൽ സ്കോർ ചെയ്യാനായിട്ടുള്ള അടുത്ത മെയിൻ കാര്യം. ആദ്യം കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കണം, പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഓപ്ഷൻ എയിൽ വരാം. ഓപ്ഷൻ എയില് ക്വസ്റ്റ്യനിലോട്ട് വാ. ഓപ്ഷൻ എയില് നമ്മള് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ തന്നെ ഉണ്ടാക്കണം. അത് പറയണുണ്ട് ഇവിടെ 4-digit നമ്പർ തന്നെ ഉണ്ടാക്കാൻ പറയണുണ്ട്. ഏതെങ്കിലും ഒരു ഡിജിറ്റ് നിങ്ങൾക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യാം. അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് എഴുതാൻ എന്ത് ചെയ്യണം? ഗ്രേറ്റസ്റ്റ് നമ്പറിനെ നമ്മൾ 2 പ്രാവശ്യം എഴുതണം. മാത്രമല്ല നമ്മൾ എഴുതുമ്പോ അത് ഡിസെൻഡിങ് ഓർഡറിലും ആയിരിക്കണം. 2 പ്രാവശ്യം എഴുതണം ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഗ്രേറ്റസ്റ്റ് നമ്പർ ഇതിൽ ഏതാണ്? 8 ആണ്. അപ്പൊ 8 2 പ്രാവശ്യം എഴുതി, എന്നിട്ട് ഡിസെൻഡിങ് ഓർഡർ ഫോളോ ചെയ്ത്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോ വലുതിൽ നിന്ന് ചെറുതിലോട്ട്, അതായത് 7 3. ഇതാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് വിത്ത് റെപ്പിറ്റീഷൻ, അതായത് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഇനി സ്മോളസ്റ്റ് ആണെങ്കിലോ, സ്മോളസ്റ്റ് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അസെൻഡിങ് ഓർഡറിൽ പോകണം. അതായത് 3. ഈ സ്മോളസ്റ്റ് നമ്പർ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി. 3 7 8.
അസെൻഡിങ് ഓർഡർ, ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ചെറിയ നമ്പറിനെ 2 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ ഓപ്ഷൻ ബി. ബിയിൽ ഗ്രേറ്റസ്റ്റ് ഏതാണ്? ഇത് സ്മോളസ്റ്റ് ആണേ. സ്മോളസ്റ്റ്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ്. 0 ഒരിക്കലും ലെഫ്റ്റിൽ എഴുതരുത്. നേരത്തെ പറഞ്ഞ റൂൾ തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. 0 ഇങ്ങനെ 4 ഡിജിറ്റ് നമ്പർ എഴുതാൻ പറയുകയാണെങ്കിൽ 0 കൊണ്ടൊന്ന് ലെഫ്റ്റിൽ എഴുതി വെക്കരുത് ഒരിക്കലും. ഓക്കെ, ഡിജിറ്റ്സ് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, പ്രശ്നമില്ല. ഡിജിറ്റ്സ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇപ്പൊ 3 ഡിജിറ്റ്സ് ആണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂല. പക്ഷെ 2 ഡിജിറ്റ് നമ്പർ ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ, ഡിജിറ്റ് ഏതായാലും പ്രശ്നമില്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് 0 ലെഫ്റ്റിലോട്ടൊക്കെ എഴുതാം. പക്ഷെ ഡിജിറ്റ് സ്പെസിഫിക് ആണെങ്കിൽ നിങ്ങൾ എഴുതണം. 2 ഡിജിറ്റ് ഒന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഇത് അപ്പുറത്ത് കൊണ്ടുപോയി 2 ഡിജിറ്റ് തന്നെ കിട്ടും. പക്ഷെ 3 ഡിജിറ്റ് തന്നിട്ട് 2 ഡിജിറ്റ് എഴുതാൻ പറയുന്നത് ഒരു ലോജിക് ഇല്ലാതെ. ഒരിക്കലും അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരൂല നിങ്ങൾക്ക്. ഓക്കെ, സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഗ്രേറ്റസ്റ്റ് എത്രയാണ്? 950 ഡിസെൻഡിങ് ഓർഡറിൽ. ഏറ്റവും ഗ്രേറ്റസ്റ്റിന്റെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, ഡിസെൻഡിങ് ഓർഡർ ഫോളോ ചെയ്തു, ഗ്രേറ്റസ്റ്റ് കിട്ടി. ഗ്രേറ്റസ്റ്റ്. നിങ്ങൾ ഇത് മനസ്സിലാക്കി, ചിലപ്പോൾ ചിലർക്ക് ഇത് എളുപ്പം മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിച്ച് വായിക്കണം. ഇംഗ്ലീഷ് അതിൽ നല്ലപോലെ മാറ്റർ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ നിങ്ങൾക്ക് എന്താണ് അവർ ഇതിൽ നിന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. അത് ഇത് ചെയ്തു വരുമ്പോ പറ്റും. പിന്നെ കുറച്ചൊക്കെ ഇംഗ്ലീഷ് നല്ലപോലെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത് ചെയ്യണ ക്വസ്റ്റ്യൻസിനെ. കാണാപ്പാഠം പഠിക്കരുത്. കാണാപ്പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇട്ടെന്ന് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യും. പക്ഷെ അത് അതേ മോഡലിൽ വേറൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ല. ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യൂല. അതാണ് കാണാപ്പാഠം. അവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചെറിയ മാറ്റം വന്നാൽ എന്ത് ചെയ്യണമെന്ന്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കൺസെപ്റ്റ് നല്ലപോലെ പഠിച്ച് റിവൈസ് ചെയ്ത് പതുക്കെ ചെയ്ത് മാറി വരും. നിങ്ങൾ തിങ്കിങ് എബിലിറ്റി കൂടും. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങളുടെ തിങ്കിങ് എബിലിറ്റി വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്മോളസ്റ്റ് നമ്പർ. സ്മോളസ്റ്റ് എഴുതുമ്പോൾ 0 ലെഫ്റ്റിൽ എഴുതരുത്. ഒരു നോൺ സീറോ നമ്പറിൽ സ്മോളസ്റ്റ് ആദ്യം എഴുതണം. 5 ഇവിടെ ഒരു ഇതുണ്ട്. 5 എന്നല്ല, നോക്കിക്കോ. ആദ്യം 5 എഴുതി, നോൺ സീറോ നമ്പർ ആയിട്ടുള്ളത് നമ്മൾ ആദ്യം ലെഫ്റ്റിൽ എഴുതി 5. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഇവിടെ നമ്മള് 0 2 പ്രാവശ്യം എഴുതിയാൽ മതി. 0 ഒരിക്കൽ 2 പ്രാവശ്യം. നമ്പർ റിപ്പീറ്റ് ചെയ്യുക. 0 റിപ്പീറ്റ് ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. 0 ലെഫ്റ്റിൽ എഴുതരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ 0 2 പ്രാവശ്യം എഴുതുന്നു. 9 സ്മോളസ്റ്റ് അസെൻഡിങ് ഓർഡറിൽ എഴുതിയത്. 5ൽ നിന്ന് 9ലോട്ട് മനസ്സിലായോ? പക്ഷെ അസെൻഡിങ് ഓർഡറിൽ ഇവിടെ ഏതാണ്ട് അത് നമ്മൾ ഇവിടെ ചെറുതാണ്. 5 ഇവിടെ വന്നിട്ട് ചെറുതാണ് എഴുതിയത്. 5നേക്കാളും ചെറിയ 2 ഡിജിറ്റ് ആണ്. എന്നിട്ടാണ് നമ്മൾ അസെൻഡിങ് ഓർഡറിലോട്ട് വന്നത്. പക്ഷെ ഇതാണ് കറക്റ്റ്. ഇവിടെ റൂള് നമ്മൾ തെറ്റിച്ചില്ലേ എന്നൊന്നും ചിന്തിക്കണ്ട. റൂള് തെറ്റിച്ചിട്ടില്ല. കാരണം അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞപ്പോ ശരിയാണ്, നിങ്ങൾ ആ ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വന്നപ്പോൾ ഇവിടെ തെറ്റി. പക്ഷെ ഇവിടെ എഴുതാനുള്ള റൂൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ആദ്യം ഒരു നോൺ സീറോ നമ്പർ എഴുതണം, അതിനുശേഷം 0 എഴുതണം, പിന്നെ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. കൂടുതൽ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസെൻഡിങ് ഓർഡർ ഫോളോ ചെയ്യാം. അതുപോലെ ഫോളോ ചെയ്ത് വരാം. ഇവിടെ അസെൻഡിങ് ഓർഡർ ഫോളോ ചെയ്യണമെന്നും കുറച്ചുകൂടി പ്രയോറിറ്റി കൂടിയത് സ്മോളസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 0 റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ 9 എന്ന് എഴുതിയ 5099 എന്നാവും. 5009 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 5009 ആണ്. 9 ആണ് 99 ആണ് ഗ്രേറ്റർ, അല്ല സ്മോളർ. 9 ആണ് സ്മോളർ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് സിയിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് എങ്ങനെ എഴുതും? 4 ഡിജിറ്റ്. ആദ്യം ഗ്രേറ്റസ്റ്റ് നമ്പർ എഴുതും, അത് റിപ്പീറ്റ് ചെയ്യും, പിന്നെ ഡിസെൻഡിങ് ഓർഡർ 4 0. ഇത് ഗ്രേറ്റസ്റ്റ്. ഓക്കെ, ഇനി ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്മോളസ്റ്റ് എങ്ങനെ എഴുതും? സ്മോളസ്റ്റ് എഴുതണമെങ്കിൽ ആദ്യം 4 ഒരു നോൺ സീറോ നമ്പർ, അതിലെ സ്മോളസ്റ്റ് നോൺ സീറോ നമ്പറിൽ, എന്നിട്ട് 0 2 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യും, എന്നിട്ട് 9 എഴുതും. ഓക്കെ,
ഇതാണ് ഇതിവിടെ ഉണ്ടാക്കാൻ പറ്റിയ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ വിത്ത് റിപ്പറ്റീഷൻ. ഏതെങ്കിലും ഒരു നമ്പർ ടൈസ് ആയിട്ട് എഴുതിക്കൊണ്ട് 2 പ്രാവശ്യം എഴുതിക്കൊണ്ട്. ഓക്കെ, സോ ഇനി അടുത്തത് ഇതിൽ ഗ്രേറ്റസ്റ്റ് ഏതാണ്? ഡിയില് ഗ്രേറ്റസ്റ്റ് ഏതാണ്? എങ്ങനെ എഴുതും? 8 8 5 1. ഇത് ഗ്രേറ്റസ്റ്റ്. ഇതാണെങ്കിലോ 1 1 5 8 സ്മോളസ്റ്റ്. അസെൻഡിങ് ഓർഡറിൽ എഴുതി ഒന്നിനെ നമ്മൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. സ്മോളസ്റ്റ്. സോ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2 അതിന്റെ ആൻസർ. സോ നിങ്ങൾ ഇത് എഴുതിയെടുത്തോ പോസ് ചെയ്ത് വെച്ചിട്ട്. ഓക്കെ, ബാക്കിയാണേ. തേർഡ് ക്വസ്റ്റ്യൻ അതുകൂടി കഴിഞ്ഞിട്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണേ. ചെറിയൊരു വ്യത്യാസമുണ്ട് അതിൽ. കുറച്ച് കണ്ടീഷൻസ് അവർ പറഞ്ഞാണ് പറഞ്ഞത് ഫോർത്ത് ക്വസ്റ്റ്യനിൽ. അത് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. മാക്സിമം നിങ്ങൾ ശ്രമിക്കണതിലാണ് കാര്യം. ഓക്കെ, നിങ്ങൾ എത്രത്തോളം പഠിക്കും എന്നുള്ളത് രണ്ടാമത്. ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. Third question. Okay. Make the greatest and the smallest 4-digit numbers using any 4 different digits with the condition as given. Digits with condition as given. അതിൽ അവർ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഓപ്ഷൻ. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ. ഡിജിറ്റ് 7 is always at one's place. Hello. ഇതൊരു എക്സാമ്പിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് എഴുതിയത്. അത് ഇത് നിങ്ങൾ ഇത് വായിച്ചിട്ട് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം ഞാൻ എഴുതുന്ന നേരം കൊണ്ട്. സോ അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. യെസ്, നിങ്ങൾ വിചാരിക്കുന്നത് ശരിയാണ്. ഈ വീഡിയോ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നതാണ്. റെക്കോർഡ് ചെയ്യുന്ന ഫോണിന്റെ ചാർജ് തീർന്നു. സോ ഓക്കെ, ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ.
NCERT-യില് ഇതിൽ പറയുന്നത് മേക്ക് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 4-digit നമ്പർ യൂസിങ് എനി 4 ഡിഫറെന്റ് ഡിജിറ്റ്സ് വിത്ത് കണ്ടീഷൻ ആസ് ഗിവൺ. അതായത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 ഡിജിറ്റ്സ് സംഖ്യയുള്ള 4 സംഖ്യ ഡിജിറ്റ് ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 4-digit നമ്പേഴ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യാം. ഏത് നമ്പേഴ്സ് വേണം യൂസ് ചെയ്യാന്ന് അവർ പറയുന്നുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിളും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. കുറച്ചുകൂടി ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് NCERT തന്നെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ 7 ഡിജിറ്റ് 7 എപ്പോഴും അവർ പറയുന്ന പ്ലേസിലായിരിക്കണം. അതാണ് കണ്ടീഷൻ ഈ ക്വസ്റ്റ്യനില്. ഡിജിറ്റ് 7 ഈസ് ഓൾവേസ്, ഡിജിറ്റ് 7 എന്നല്ല, അവർ പറയുന്ന ഡിജിറ്റ്സ് അതാത് പൊസിഷനിലായിരിക്കണം. അതാണ് കണ്ടീഷൻ. ഡിജിറ്റ് 7 ഇത് വൺസ് പ്ലേസിലായിരിക്കണം എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. വൺസ് പ്ലേസിലായിരിക്കണം എപ്പോഴും ഡിജിറ്റ് 7. നിങ്ങൾ ഗ്രേറ്റസ്റ്റ് ഉണ്ടാക്കിയാലും സ്മോളസ്റ്റ് ഉണ്ടാക്കിയാലും, ഐ മീൻ സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കിയാലും എഴുതിയാലും അങ്ങനെ. ഫൈൻ. ഇപ്പൊ ഇവിടെ ഗ്രേറ്റസ്റ്റ് എഴുതുകയാണെങ്കിൽ 7 ദാ ഇങ്ങറ്റം വൺസിന്റെ പ്ലേസിലാണ്, ഇങ്ങറ്റം ദൗൺസിന്റെ പ്ലേസിലാണ്. കാണാമോ? രണ്ട് സ്മോളസ്റ്റിലും ഗ്രേറ്റസ്റ്റിലും. ഒരു ഗ്രേറ്റസ്റ്റ് നമ്പർ ഉണ്ടാക്കിയപ്പോൾ 986. അത് റിപ്പീറ്റ് ആവരുത് കേട്ടോ. ഇവിടെയും നിങ്ങൾ ഡിഫറെന്റ് ഡിജിറ്റ്സ്, 4 ഡിഫറെന്റ് ഡിജിറ്റ്സ് യൂസിങ് എനി 4 ഡിഫറെന്റ് ഡിജിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂസിങ് എനി 4 ഡിഫറെന്റ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ റിപ്പീറ്റ് ആവാതെ ആ ഒരു ഒറ്റ സെറ്റില് ഗ്രേറ്റസ്റ്റ് നമ്പർ 4-digit നമ്പർ ആണെങ്കിൽ ആ സെറ്റില് നമ്പേഴ്സ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കണം, റിപ്പീറ്റ് ആവരുത്. അങ്ങനെ. അതായത് ഗ്രേറ്റസ്റ്റ് നമ്പർ ഇവിടെ ഉണ്ടാക്കിയപ്പോ 986 at points place. ഓക്കെ. സ്മോളസ്റ്റ് ഉണ്ടാക്കിയപ്പോഴോ 1027. ഞാൻ നേരത്തെ പറഞ്ഞ റൂളുകളാണ്. നമ്പറിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് നമ്പർ കിട്ടും. ഇത് അതുപോലെയാണ് എഴുതിയത്. ഇത് നമുക്ക് 7 വൺസിന്റെ പ്ലേസിൽ അങ്ങനെ കിട്ടുകയും ചെയ്തു. ഇപ്പൊ നമ്മള് സ്മോളസ്റ്റ് എഴുതണമെങ്കിലോ 1237 സ്മോളസ്റ്റ് ആണ് ഏത്? 1027. നേരത്തെ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പർ ഫസ്റ്റ് എഴുതുക, പിന്നെ 0 എഴുതുക, പിന്നീട് റൂൾ ഫോളോ ചെയ്യുക, അസെൻഡിങ് ഓർഡർ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഡിജിറ്റ്സിലോട്ട് പോവാം. അല്ല, സോറി, ഓപ്ഷൻ ബിയിലോട്ട് പോവാം. ഇവിടെ പറയുന്നത് 4 എന്ന് പറയുന്നത് വൺസിന്റെ പ്ലേസിലായിരിക്കണം. ഡിജിറ്റ് 4 ഈസ് ഓൾവേസ് അറ്റ് വൺസ് പ്ലേസ്. വൺസ് പ്ലേസ് അല്ലല്ലോ, ടെൻസ് പ്ലേസ്. സോറി, അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്ന അങ്ങനെയല്ല, എഴുതിയപ്പോ മിസ്റ്റേക്ക് ആണ്. ടെൻസ് പ്ലേസ്. ഡിജിറ്റ് 4 ഈസ് ഓൾവേസ് അറ്റ് ടെൻസ് പ്ലേസ്. അപ്പൊ അത് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് എങ്ങനെയായിരിക്കും? 9847 ആണ് ഗ്രേറ്റസ്റ്റ്. സ്മോളസ്റ്റോ? കാരണം എന്താണ്? 9 ആണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ്. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റസ്റ്റ് ആയി. ഓക്കെ. 0 മുതൽ 9 വരെയാണ് നമ്മുടെ ഹിന്ദു അറബിക് ന്യൂമറൽസ് ഉള്ളത്. അതില് 9 ആണ് നമ്മൾ ഫസ്റ്റ് ഇട്ടത്. അത് കഴിഞ്ഞ് 8 ഡിസെൻഡിങ് ഓർഡർ, വലുതിൽ നിന്ന് ചെറുതിലോട്ട്. പിന്നെ 4 അതുപോലെ കിടന്നു, 4 അങ്ങനെ ഇട്ടിരുന്നു. പിന്നെ വീണ്ടും 7 ഗ്രേറ്റസ്റ്റ് നമ്പർ വന്നപ്പോ. സ്മോളസ്റ്റ് ആയപ്പോഴോ 1042 സ്മോളസ്റ്റ്. ഇനി അടുത്ത ഓപ്ഷൻ സി. ഓപ്ഷൻ സിയില് ഡിജിറ്റ് 9 ഈസ് ഓൾവേസ് അറ്റ് 100s പ്ലേസ്. 9 എന്ന് പറയുന്നത് 100ന്റെ പ്ലേസിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 9 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം 9 എന്ന് എഴുതിയ ഡിഫറെന്റ് ഡിജിറ്റ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്പർ യൂസിങ് എനി 4 ഡിഫറെന്റ് ഡിജിറ്റ്സ്. അപ്പൊ ഇവിടെ 9 എന്ന് എഴുതിയ 4 ഡിഫറെന്റ് ഡിജിറ്റ് ആയില്ലല്ലോ, കാരണം റിപ്പീറ്റ് ആയില്ലേ. അപ്പോ 9 എന്ന് എഴുതാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്ത് എഴുതണം? 8976 ഇങ്ങനെ എഴുതണം. ഞാൻ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്ന നമ്പറിനെ ഞാനിങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അതാകുമ്പോ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ സ്മോളസ്റ്റ് എങ്ങനെ എഴുതും? 1902. ഓക്കെ. ഇനി ഡിജിറ്റ് 1 ഈസ് ഓൾവേസ് അറ്റ് 1000s പ്ലേസ്. 1 എപ്പോഴും 1000ന്റെ പ്ലേസിൽ തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഉണ്ടാക്കണം. ഗ്രേറ്റസ്റ്റ് എങ്ങനെ ഉണ്ടാക്കും? 1987 ഡിഫറെന്റ് ഡിജിറ്റും ആണ്, ഗ്രേറ്റസ്റ്റും ആണ്. അടുത്തത് സ്മോളസ്റ്റ് എങ്ങനെ ഉണ്ടാക്കും? 10
ടു 3 നമ്പേഴ്സ് ഡിഫറെന്റ് ആണോ? ഡിഫറെന്റ് ആണ്. ഗ്രേറ്റസ്റ്റ് ആണോ? അല്ല, സ്മോളസ്റ്റ് ആണോ? സ്മോളസ്റ്റ് ആണ്. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. നിങ്ങൾ എഴുതിയെടുക്കുക, പോസ് ചെയ്ത് വെച്ചിട്ട് ഞാനോട് മാറി നിൽക്കാം. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് ട്രിക്കിയാണ്. നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാം. പറ്റാത്തവര് സാരമില്ല, ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് എന്തായാലും ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലെക്ചർ നമ്പർ 4 അതിനെ പറ്റിയിട്ടും പിന്നെ മറ്റുള്ള ടോപ്പിക്സിലോട്ടും പോവാം. നെക്സ്റ്റ് ലെക്ചറിൽ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, സോർട്ടിങ്ങും പിന്നെ ഷിഫ്റ്റിംഗ് ഡിജിറ്റ്സും ആയിരിക്കും. അതും പിന്നെ ഇൻട്രൊഡ്യൂസിങ് 10,000. സോ ഓക്കെ, മാക്കിയാണേ, സോറി, മാച്ചിട്ടാണല്ലേ മാക്കിയാണെന്ന് പറയുന്നത്. സോറി, നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു, പോസ് ചെയ്യുന്നു. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ബാക്ക് അടിക്കുക, എന്നിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ഞാൻ അറിയാതെ മാച്ച്, സോറി, പറയാതെ മാച്ച്, സോറി. സോറി. സോ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. നിങ്ങൾ എഴുതിയെടുക്കുക. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഫസ്റ്റത്തെ, അല്ല, 4th ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. Which is the smallest number ഒരു സെക്കൻഡ്. How many different numbers സോ ഇതാണ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ.
നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിഷയമൊന്നുമില്ല, ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ശ്രമിച്ചു നോക്കുന്നതാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ. ആ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ല കേട്ടാ. ശരി.